ഗെയ്സ് വെൽക്കം ഗെയ്സ്. ഇന്ന് നമ്മളൊരു അടിപൊളി വീഡിയോയുമായാണ് എത്തിയേക്കുന്നത് ഗെയ്സ്. രാവിലെ തന്നെ എനിക്കാണെങ്കിൽ ഞാൻ ഇവിടെ ടി വി ഒക്കെ കണ്ടിരിക്കുകയാണ് ഗെയ്സ്. എനിക്കാണെങ്കിൽ 25 വയസ്സായി ഗെയ്സ്. എന്നിട്ടൊരു ജോലിയുമില്ല, ഒരു കൂലിയുമില്ല ഗെയ്സ്. എന്തായാലും ഒരു ജോലിക്ക് പോയിട്ട് തന്നെ കാര്യം ഗെയ്സ്. എന്തായാലും ഞാൻ നേരെ ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്, ജോലി അന്വേഷിച്ച് ഗെയ്സ്. എനിക്ക് ജോലി ഇതുവരെ കിട്ടിയില്ല ഗെയ്സ്. എന്താണെന്നറിയത്തില്ല, 25 വയസ്സായി എന്നിട്ടും ജോലിയും കൂലിയും ഇല്ല ഗെയ്സ്. നാട്ടുകാരെന്നെ കളിയാക്കുന്നു ഗെയ്സ്. ഗായ്സ് ക്ഷമിക്കണേ, എനിക്കിടയ്ക്ക് ചുമ വന്നതാണ് കേട്ടോ ഗെയ്സ്. എന്തായാലും നമ്മുടെ പുരാതന വണ്ടിയാണ് ഗെയ്സ് ഇത് എൻ്റെ വണ്ടിയൊന്നുമല്ല, എൻ്റെ അച്ഛൻ്റെ വണ്ടിയാണ് ഗെയ്സ്. എന്തായാലും അച്ഛൻ്റെ ബൈക്ക് തന്നെ എടുത്തിട്ട് പോവാം. ഇതെനിക്ക് അച്ഛൻ മേടിച്ചു തന്ന ബൈക്കാണ് കേട്ടോ, മറ്റേ കാർ അച്ഛൻ്റെ ആണ് ഗെയ്സ്. എന്തായാലും അമ്മയുടെ അച്ഛൻ്റെ പൈസയ്ക്ക് ജീവിച്ചിട്ട് വയ്യ ഗൈസ്. 25 വയസ്സായില്ലേ, എന്നിട്ടൊരു ജോലിയും കൂലിയും ഇല്ല ഗൈസ്. നാട്ടുകാരാണെങ്കിൽ കളിയാക്കി ചിരിക്കുകയാണ് ഗൈസ്. ഒരു ജോലിയും കൂടി ഇല്ലാത്ത തെമ്മാടി എന്നാണ് പറയുന്നത്. എനിക്ക് നല്ല പഠിത്തമൊക്കെ ഉണ്ട് ഗൈസ്, പക്ഷേ ഈ നാട്ടിൽ പഠിത്തമുള്ളവർക്കൊന്നും ജോലി കിട്ടത്തില്ല ഗൈസ്. പഠിത്തം ഇല്ലാത്തവർക്കാണ് ഇവിടെ ജോലി കൊടുക്കുന്നത്. ഇത് എന്തൊരു നാടാണെന്നാണ് എനിക്കറിയാത്തത്. ഇത് നമ്മുടെ നാട് മദ്രാസാണ് കേട്ടോ ഗൈസ്, മദ്രാസ് ഗെയ്സ്. ഇവിടെ കുറേ വണ്ടികളൊക്കെ കിടപ്പുണ്ട് ഗെയ്സ്. എന്തായാലും ജോബ് അന്വേഷിച്ച് ഞാൻ പോവുകയാണ് ഗെയ്സ്. ആദ്യം ഹോസ്പിറ്റലിൽ തന്നെ ജോബ് അന്വേഷിച്ച് പോയേക്കാം. എന്തായാലും നേരെ നമ്മളൊരു ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഗെയ്സ്. ഇതാണ് നമ്മുടെ ഹോസ്പിറ്റൽ ഗെയ്സ്, ഇൻഹോ ഹോസ്പിറ്റലാണ് ഗെയ്സ്, ഇൻഹോ മെഡിസിറ്റി ഗെയ്സ്. നമുക്കകത്ത് പോയി ചോദിക്കാം ഇവിടെ കാണാൻ വല്ല ജോബും കിട്ടുമോയെന്ന്. നേരെ നമുക്കകത്ത് പോയി ചോദിച്ചിട്ട് വരാം ഗെയ്സ്. അവർ പറഞ്ഞതെന്ന് വെച്ചാൽ നിനക്കൊരു തൂപ്പുകാരൻ്റെ ജോബ് പോലും തരത്തില്ലെന്നാണ്. എനിക്ക് ആകെ വിഷമമായി ഗെയ്സ്, എനിക്കൊരു ജോബും കിട്ടുന്നില്ലല്ലോ ഗൈസ്. തൂപ്പുകാരൻ്റെ ജോബ് പോലും കിട്ടുന്നില്ല ഗൈസ്. ഈ ഹോസ്പിറ്റലൊക്കെ എന്തൊരു കഷ്ടമാണ് ഗെയ്സ്. ഇവിടെ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ 20 തൂപ്പുകാരുണ്ടെന്നാണ് ഗെയ്സ്. എന്തായാലും നമുക്ക് നേരെ വേറെ ജോബ് അന്വേഷിച്ച് പോവാം ഗെയ്സ്. എനിക്ക് ഭയങ്കര റേസിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുമായിട്ട് പ്രമാണിച്ച് വല്ല ജോബും ഉണ്ടോ എന്ന് നോക്കാം. എന്തായാലും നമുക്ക് വീടുകളിൽ പോയി തിരക്കാം. വീട്ടു ജോലി വല്ലതും ചെയ്യാൻ എന്നെ എടുക്കുമോ എന്ന്, ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാനോ കക്കൂസ് കഴുകാനോ വല്ലതും എടുക്കുമോ എന്ന് ചോദിച്ചു നോക്കാം. എന്തായാലും നേരെ നമ്മൾ പോവുകയാണ് ഗെയ്സ്. നമുക്ക് നേരെ ഈ വീട്ടിൽ ചോദിക്കണ്ട ഗെയ്സ്. ഈ വീട് കണ്ടിട്ട് അവരെടുക്കത്തില്ലെന്നാണ് തോന്നുന്നത് ഗെയ്സ്. ഈ വീട്ടിലൊന്നും ആരും താമസമില്ലേ ഗെയ്സ്. എന്തൊരു കഷ്ടമാണ് ഗെയ്സ്. ഈ വീട്ടിൽ എന്തായാലും താമസം ഇല്ലാത്ത ഇതൊരു കോളനിയല്ലേ, എന്നിട്ട് ഇവിടെ ആരും താമസമില്ലേ ഗെയ്സ്. ഏതോ അനാഥ പ്രേത കോളനിയാണെന്നാണ് തോന്നുന്നത് ഗെയ്സ്. നമുക്കിവിടെ എല്ലാം അന്വേഷിക്കാം ജോബൊക്കെ ഉണ്ടോയെന്ന് ഗെയ്സ്. നമ്മൾ ബൈക്ക് ഡ്രാഗ് ചെയ്ത് നോക്കുവാണ് ഗെയ്സ്. ഇവിടെ കാണാം ജോബ് വല്ലതും കിട്ടുമോയെന്ന് ഗെയ്സ്. അമ്മച്ചി വണ്ടി കുടുങ്ങിയിരിക്കുന്നു ഗൈസ്. അമ്മച്ചി ഗെയ്സ് മാപ്പിൽ വല്ലതും നോക്കാം. ഇവിടെ കാണാൻ വല്ലോ ജോബിന് പറ്റിയ വല്ലോ സ്ഥലവും ഉണ്ടോയെന്ന് ഗെയ്സ്. അങ്ങനെ നമ്മൾ കുറേ നോക്കുവാണ് ജോബിന് പറ്റിയ ഏതെങ്കിലും സ്ഥലം ഉണ്ടോയെന്ന്. അങ്ങനെ നമ്മൾ കുറേ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഈ വീട്ടിലും ആരും ഇല്ലല്ലോ ഗൈസ്. നമുക്ക് നേരെ ഈ വില്ലേജിൽ നിന്ന് അങ്ങ് പുറത്തിറങ്ങാം കേട്ടോ. നമ്മളെന്തായാലും നേരെ ഈ വില്ലേജിൽ നിന്ന് അങ്ങ് പുറത്തിറങ്ങുവാണ്. ഇനി പുറത്തെങ്ങാനും ജോബ് വെച്ചിട്ടുണ്ടോ എന്ന് പോയി നോക്കിയിട്ട് വരാം ഗൈസ്. അങ്ങനെ റേസിംഗ് ജോബ് തുടങ്ങി ഗൈസ്. 3, 2, 1 സ്റ്റാർട്ട് ഗൈസ്. അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ് ഗൈസ്. നമുക്ക് ഈ ചെക്ക് പോയിൻ്റ് എല്ലാം എടുക്കണം ഗൈസ്. ഇതെന്ന് വെച്ചാൽ ചെക്ക് പോയിൻ്റ് എടുക്കൽ റേസാണ് ഗൈസ്. വേറെ മത്സരാർത്ഥികളൊന്നുമില്ല ഗൈസ്. എന്തായാലും നേരെ നമുക്ക് പങ്കെടുക്കാം ഗൈസ്. ഇതിൽ പങ്കെടുത്താൽ 50,000 രൂപ കിട്ടുമെന്നാണ് പറഞ്ഞത്. അത് വെച്ച് വല്ല കൈക്കൂലിയും കൊടുത്ത് വല്ല ജോലി ഒപ്പിക്കാം ഗൈസ്. അതേ പറ്റുകയുള്ളൂ ഗൈസ്. നമുക്ക് നേരെ പോകാം ഗൈസ്. അമ്മച്ചി റേസ് ജയിക്കുവാവോ? അയ്യോ ഗൈസ്, അറിയാതെ ഒരു കാറിയേട്ടനെ തട്ടി ഗൈസ്. എന്തായാലും സ്പീഡിൽ വണ്ടി വിടാം ഗൈസ്. എങ്ങനെയെങ്കിലും ജയിച്ചേ പറ്റത്തോളൂ ഗൈസ്. ജയിച്ചില്ലെങ്കിൽ കാര്യങ്ങളൊന്നും നടക്കത്തില്ല ഗൈസ്. എന്തായാലും ജയിക്കണം ഗൈസ്. ഈ സമയത്ത് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. റോക്ക് ടു 2K ആണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ നമുക്ക് 2K അടിക്കാൻ പറ്റും ഗൈസ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഗൈസ്. നമുക്ക് നേരെ പോവാം. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഈ വീഡിയോ കാണുന്നവരെന്തായാലും ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഗെയിം ഇഷ്ടപ്പെടുന്ന അവർക്ക് എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടും ഗെയ്സ്. നമുക്ക് നേരെ നമ്മുടെ സ്ഥലത്തോട്ട് പോകാം ഗെയ്സ്. നമ്മൾ ആദ്യം ചെക്ക് പോയിൻ്റ് എടുക്കണം ഗെയ്സ്. നമ്മൾ നേരെ ചെക്ക് പോയിൻ്റ് പിക്ക് ചെയ്തിട്ടുണ്ട്
ഗെയ്സ് ഓരോ ചെക്ക് പോയിന്റ് നമ്മൾ പിക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ് ഗെയ്സ്. ശിവനെ ഈ റേസ് ജയിച്ചാൽ മതിയായിരുന്നു ഗെയ്സ്. അങ്ങനെ ആദ്യത്തെ ലാപ്പ് കഴിഞ്ഞിട്ടുണ്ട് ഗെയ്സ്. ഇനി രണ്ടാമത്തെ ലാപ്പാണ്. ഇത് ഫൈനൽ ലാപ്പാണെന്നാണ് തോന്നുന്നത് ഗെയ്സ്. എന്തായാലും നേരെ പോവാം ഗെയ്സ്. അയ്യോ ഗൈസ്, പിന്നെ നമ്മൾ ഒരു വണ്ടിയിൽ ഇടിച്ചിട്ടുണ്ട് ഗെയ്സ്. മാറിയിരിക്കൂ ഗെയ്സ്, നമുക്ക് നേരെ പോവാം ഗെയ്സ്. നമ്മൾ പോസ്റ്റും മരങ്ങളും ഒക്കെ ഇടിക്കുന്നുണ്ട് ഗെയ്സ്. നമ്മുടെ വണ്ടി ഒരു മെക്കാറിയനാണ് ഗെയ്സ്. മെക്കാറിയൻ എന്തുവാ ഗെയ്സ് ഈ വണ്ടിയുടെ പേര്? ആ വണ്ടി തന്നെ ഗെയ്സ്. എന്തായാലും നേരെ നമ്മൾ പോവാം. നമ്മുടെ മെക്കാറിയൻ എടുത്ത് പോവുകയാണ് ഗെയ്സ്. നമുക്ക് നേരെ റേറ്റാം ഗെയ്സ്. അങ്ങനെ ഏകദേശം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ നാട് വിടേണ്ടി വന്നു. അവിടെ അങ്ങ് കൈക്കൂലി കൊടുത്താൽ ജോലി കിട്ടൂല ഗെയ്സ്. ഇപ്പോൾ നമുക്കൊരു ജോലി കിട്ടിയിട്ടുണ്ട് ഗെയ്സ്. തമിഴ്നാട് പോലീസ് ജോബ് കിട്ടി ഗെയ്സ്. നമ്മൾ നേരെ തമിഴ്നാട് പോലീസ് സ്റ്റേഷനിലോട്ട് പോവുകയാണ് ഗെയ്സ്. ഇപ്പം കേരളവും തമിഴ്നാടും വാർ നടക്കുകയാണ് ഗെയ്സ്. മുല്ലപ്പെരിയാർ പൊട്ടിയതിന് പ്രമാണിച്ച് വാർ നടക്കുകയാണ് ഗെയ്സ്. പക്ഷേ മുല്ലപ്പെരിയാർ പൊട്ടിയെങ്കിലും നമ്മുടെ ഇടുക്കി ഡാം അത് താങ്ങി നിർത്തിയിട്ടുണ്ട് ഗെയ്സ്. അങ്ങനെ നമ്മൾ രക്ഷപ്പെട്ടു ഗെയ്സ്. കേരളം ഗെയ്സ്. ഞാൻ തമിഴ്നാടിൻ്റെ ഭാഗത്തുള്ള പോലീസാണ് ഗെയ്സ്. എന്തായാലും നേരെ പോകാം ഗെയ്സ്. ഇപ്പം തമിഴ്നാട് പോലീസും കേരള പോലീസും കൂടെ ഫൈറ്റ് നടക്കുകയാണ്. എനിക്ക് എന്തായാലും തമിഴ്നാട് പോലീസ് ജോബ് കിട്ടി ഗെയ്സ്. എന്തായാലും നേരെ നമുക്ക് പോവാം ഗെയ്സ്. നമുക്ക് നേരെ നമ്മുടെ സ്ഥലത്തോട്ട് പോയേക്കാം ഗെയ്സ്. അങ്ങനെ നമ്മൾ ഏകദേശം സെൽവരാജ് പോലീസ് സ്റ്റേഷനിൽ എത്താറായിട്ടുണ്ട് ഗെയ്സ്. എന്തായാലും വണ്ടി ഇവിടെ ഇട്ട് നേരെ നമ്മൾ സെൽവരാജ് പോലീസ് സ്റ്റേഷൻ്റെ അകത്തോട്ട് കയറിയേക്കാം. എന്തായാലും നേരെ നമ്മൾ അകത്തോട്ട് കയറുവാണ് ഗെയ്സ്. നമ്മൾ നേരെ അകത്തോട്ട് കയറിയിട്ടുണ്ട് ഗെയ്സ്. നമ്മുടെ വണ്ടിക്കകത്ത് കുറേ പോലീസുകാരൊക്കെ ഇരിപ്പുണ്ട് ഗെയ്സ്. എന്തായാലും അവരോടൊന്ന് ചോദിച്ചു നോക്കാം. അണ്ണാമാരെ എന്തൊക്കെയുണ്ട് അണ്ണാമാരെ? അമ്പട്ട കുസുട ഈസ് മട്ടൻ ബിരിയാണി കൊൽക്കളത്തുത്ത ഈ ഊരേതാണ് ഈ ഊര്? അവർ ആകെ തമിഴന്മാരാണ് ഗെയ്സ്. തമിഴ് മാത്രമേ സംസാരിക്കാറുള്ളൂ ഗെയ്സ്. നമുക്ക് നേരെ പോവാം ഗെയ്സ്. നമ്മുടെ കൂടെ ഇരിക്കുന്ന സെൽവൻ എന്ന് പറഞ്ഞ ഒരു ആളാണ്. സെൽവൻ മുത്തുപ്പാണ്ടി സെൽവ എന്നാണ് പേര്. സെൽവൻ ഗെയ്സ്. നമ്മൾ നേരെ സെൽവൻ്റെ കൂടെയാണ് പോണത് ഗെയ്സ്. അമ്മയ്ക്ക് ഇന്ന് കേരള പോലീസിൻ്റെ ഒരു വലിയൊരു വെഹിക്കിൾ ഇപ്പോൾ അവരിറക്കി. ജിയു വാഗൺ. നമ്മുടെ കേരള പോലീസ് കമ്മീഷണറുടെ കയ്യിലാണ് ആ വണ്ടി ഉള്ളത്. നേരെ നമ്മൾ കമ്മീഷണറിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഗെയ്സ്. നമ്മൾ നേരെ കമ്മീഷണറിൻ്റെ വീടിൻ്റെ പുറവിൽ എത്തിയിട്ടുണ്ട് ഗെയ്സ്. ഇത് യാഥാർത്ഥികമായിട്ടൊരു ബന്ധവുമില്ല. ആരും കോടതിയും വഴക്കുമായിട്ടൊന്നും പോവാതിരിക്കുക ഗെയ്സ്. ഇത് യാഥാർത്ഥികമായിട്ടൊരു ബന്ധവുമില്ല. ജീവിച്ചവരും മരിച്ചവരുമായിട്ടൊരു ബന്ധവുമില്ല ഗെയ്സ് ഈ വീഡിയോയ്ക്ക് കേട്ടോ. നിങ്ങളതുകൊണ്ട് എന്നെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഗെയ്സ്. നമ്മൾ നേരെ ചാടുകയാണ് ഗെയ്സ്. നമുക്ക് എന്തായാലും അടിച്ചു മാറ്റണം ഗെയ്സ്. ഇതാണ് മുത്തുപ്പാണ്ടി സെൽവൻ. ഇവിടെ കുറച്ച് പോലീസുകാരന്മാർ നിൽക്കുന്നുണ്ട് ഗെയ്സ്, സെക്യൂരിറ്റി ആയിട്ട് ഗെയ്സ്. കുറേ കോൺസ്റ്റബിൾമാർ നിൽപ്പുണ്ട്, വേറെ ഡ്രസ്സ് ഇട്ടാണ് നിൽക്കുന്നത് ഗെയ്സ്. നമ്മൾ ആ കോൺസ്റ്റബിൾമാരെ എല്ലാം വെടിവെച്ച് കൊല്ലുകയാണ് ഗെയ്സ്. നമുക്ക് നേരെ വെടിവെച്ച് എല്ലാത്തിനെയും കൊല്ലാം ഗെയ്സ്. നമ്മളെല്ലാത്തിനെയും കൊന്നുകൊണ്ടിരിക്കുവാണ്, തുരുതുരെ വെടിവെച്ച് കൊന്നുകൊണ്ടിരിക്കുവാണ് ഗെയ്സ്. നമ്മൾ നേരെ ഇതിനെല്ലാം കൊല്ലുകയാണ് ഗെയ്സ്. അപ്പോഴത്തേക്ക് നമ്മുടെ കേരള പോലീസ് അലർട്ടായിട്ടുണ്ട്. എടാ സെൽവ, വാടാ, ഓടറാ സെൽവ, നേരെ നമുക്ക് വണ്ടി എടുക്കാടാ സെൽവ ഗെയ്സ്. അങ്ങനെ ഞാനും സെൽവനും കൂടെ ഓടുവാണ് ഗെയ്സ്. എന്തായാലും നേരെ വണ്ടി എടുത്തേക്കാം ഗെയ്സ്. ഞാൻ അങ്ങനെ വണ്ടി എടുത്തിട്ടുണ്ട്. എടാ സെൽവ വാ. തിരുമ്പി വറാച്ചി ചിന്ന വണ്ടി എടുത്ത് തിരുമ്പി വറാച്ചി നീ ഗെയ്സ് അവൻ പറഞ്ഞെന്ന് വെച്ചാൽ എസ്കേപ്പ് ഇട്ടോളാനാണ്, അവൻ വഴിയെ എത്തിക്കോളാം എന്നാണ് പറഞ്ഞത് നമ്മുടെ വീട്ടിലോട്ട് തന്നെ ഗെയ്സ്. എന്തായാലും രക്ഷപ്പെടാൻ ഗെയ്സ് പോലീസിൽ നിന്ന് ഗെയ്സ്. കേരള പോലീസ് ആകെ അലർട്ടാണ് ഗെയ്സ്. ഇപ്പോൾ കേരള പോലീസ് അമേരിക്കയിൽ നിന്ന് വരെ വണ്ടി ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഗെയ്സ്. കണ്ടോ ഗെയ്സ്, അമേരിക്കൻ പോലീസിൻ്റെ വണ്ടിയാക്കി മാറ്റിയിട്ടുണ്ട്. അമ്മച്ചി എന്നെ ഇടിക്കല്ലേ സാറേ, ഞാനൊരു പാവമാണേ, അമ്മച്ചിയേ തല പൊട്ടിയേ ഗെയ്സ്. നമുക്ക് എന്തായാലും ഇറങ്ങി ഓടാം ഗെയ്സ് ഈ വണ്ടിയിൽ നിന്ന് ഗെയ്സ്. ഈ വണ്ടി കൊണ്ട് പോക്കല് നടക്കത്തില്ല ഗെയ്സ്. എന്തായാലും നേരെ നമുക്ക് ഓടാം ഗെയ്സ്. ഞാൻ നേരെ ഇറങ്ങി ഓടുകയാണ്. അമ്മച്ചി ഓടിക്കോ 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 ഓടിക്കോ. ശിവനെ, എനിക്ക് ഈ നാട്ടിലെ വഴി അറിയില്ലേ. അയ്യോ ചേച്ചിയൊക്കെ പോന്നു. ചേച്ചിയേ എന്തൊക്കെയാണ് ചേച്ചിയേ?
ഗേസ് നമ്മൾ ഓടുവാണ്. അമ്മച്ചി ഓടിക്കോ ഓടിക്കോ മുങ്ങിക്കോ. അമ്മേ 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 അമ്മേ. യോ ഗൈസ് ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. ഓടി വന്ന് കുത്ത കുരിയണത് അമ്പുരാണ്ട് കുരിയണതും. ഏയ് ഒളിച്ചോ ഗൈസ് ഇവിടെ. ഗൈസ് നമുക്ക് നേരെ ഇവിടെ ഒളിക്കാം ഗൈസ്. ചിങ്കരമാണി ജലത്തിപ്പെട്ട നെഞ്ചരവാണി. ഗൈസ് നമുക്ക് ഇവിടെ ഒളിച്ചിരിക്കാം ഗൈസ്. അമ്മേ ഇവിടെ ഒളിച്ചിരിക്കാം ഗൈസ്. അമ്മച്ചി പോലീസുകാരന്മാർ വന്നേ. സെൽഫി പുള്ള ഇനിയാ ഉമ്മ സെൽഫി പുള്ള ഇനിയാ ഉമ്മ. ഗൈസ് നമുക്ക് നേരെ ഓടാം. അമ്മച്ചി ശിവനെ രക്ഷിക്കണേ. യോ ഗൈസ് ഓടാം. ശിവനെ ഓടിക്കോ ശിവനെ എനിക്ക് ഈ നാട്ടിലെ വഴിയറിയില്ലേ. ഗൈസ് അങ്ങനെ ഒടുവി നമ്മൾ ഓടി എത്തിയിട്ടുണ്ട് ഗൈസ് ഇവിടെ. ഗൈസ് പോലീസുകാരന്മാർ പോയോ ഒന്ന് നോക്കട്ടെ ഗൈസ്. അയ്യോ ഗൈസ് ഇവിടെ എന്തോ ഒരു വെടി ശബ്ദം. ഗൈസ് പോലീസുകാർ പോയോ ഒന്ന് നോക്കട്ടെ ഗൈസ്. അമ്മച്ചി ഗൈസ് ഞാൻ അറിയാതെ വീണ് ഗൈസ്. പോലീസുകാരുടെ കോട്ടയിലോട്ട് തന്നെ ഞാൻ വീണ് കൊടുത്ത് ഗൈസ്. ഞാൻ പോലീസാണ് പക്ഷെ കേരള പോലീസ് അല്ലല്ലോ ഗൈസ്. അമ്മച്ചി ചാടിക്കോ. അയ്യോ പടച്ചോനെ ചാടിക്കോ പടച്ചോനെ. അമ്മച്ചി ഗൈസ് നമ്മുടെ സെൽവൻ എന്താ നിൽക്കുന്നടാ. സെൽവരാജ ഭയ്യ ഈ പിള്ളത്ത് പല്ലുത്തില്ല ഈ കനുപ്പില്ല നഖവള്ളിക്കത്തുല്ല വള്ളിപ്പൊട്ടില്ല ഇപ്പത്തല്ല പിള്ള പോലീസ് ഈ പള്ളത്തൊത്ത. ഞാനും ഒരുവിധമൊക്കെ രക്ഷപ്പെട്ടെ. ഭഗവാന്റെ കൃപ കൊണ്ട് എങ്ങനെയോ രക്ഷപ്പെട്ടടാടാ. ഇസങ്ങനെ പിറ്റേ ദിവസമായി. സെൽവാ മുത്തുപ്പാണ്ടി സെൽവ ഗെയ്സ്. മുത്തുപ്പാണ്ടി സെൽവനെ ഞാൻ വിളിച്ചു നോക്കിയപ്പോൾ അവൻ പറഞ്ഞ് നേരെ അവൻ ഓഫീസിൽ തന്നെ പോയിട്ടുണ്ടെന്ന് ബൈക്ക് എടുത്ത് ഗെയ്സ്. എന്തായാലും നമുക്ക് ഈ വണ്ടി അവിടെ ഏൽപ്പിക്കണം ഗൈസ്, അല്ലെങ്കിൽ കാര്യങ്ങൾ ഒന്നും നടക്കത്തില്ല ഗൈസ്. എന്തായാലും നേരെ നമുക്ക് വണ്ടി സെൽവനെ ഏൽപ്പിക്കാനായിട്ട് പോവാം. നമ്മുടെ സെൽവരാജ് പോലീസ് സ്റ്റേഷനിലോട്ട് നേരെ പോവേക്കാം. സെൽവൻ എന്ന് പറഞ്ഞാൽ SI ആണ് ഗൈസ്, ഞാൻ CA ആണ് ഗൈസ്. നമുക്ക് നേരെ പോയേക്കാം ഗൈസ്. നമ്മൾ നേരെ സെൽവരാജ് പോലീസ് സ്റ്റേഷൻ്റെ അടുത്തെത്താറായിട്ടുണ്ട് ഗൈസ്. അങ്ങനെയാണ് ഏകദേശം സെൽവരാജ് പോലീസ് സ്റ്റേഷൻ്റെ എത്താറായിട്ടുണ്ട് ഗൈസ്. നമ്മളങ്ങനെ നേരെ നമ്മുടെ സെൽവരാജ് പോലീസ് സ്റ്റേഷനിലോട്ട് വണ്ടി പാർക്ക് ചെയ്യുവാണ് ഗൈസ്. എന്നിട്ട് അവരോട് സംസാരിക്കുക, ഈ വണ്ടി സ്വന്തമാക്കിയിട്ട് എടുക്കാനാണോ അതോ നശിപ്പിക്കാനാണോ എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ചിട്ട് വരാം ഗൈസ്. ഡീറ്റെയിൽസൊക്കെ ഗൈസ് നമുക്ക് പോയി ചോദിച്ചിട്ട് വരാം ഗൈസ്. അന്നേരം നമ്മുടെ ഹൈജി പറഞ്ഞതെന്ന് വെച്ചാൽ ഈ വണ്ടി അങ്ങ് നശിപ്പിച്ചേക്കാനാണ്. എന്തായാലും ഞാൻ നേരെ ബോംബിട്ട് അങ്ങ് നശിപ്പിക്കുവാണ് ഈ വണ്ടി. കേരള പോലീസിൻ്റെ വണ്ടിയാണ് ഗൈസ് ഇത്. ഇതിൽ കുറേ മോഡിഫിക്കേഷനൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. തമിഴ്നാടിന് തകർക്കാൻ പറ്റുന്ന രീതി മോഡിഫിക്കേഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. കുറേ ബോംബൊക്കെ ഇതിൽ വെക്കാൻ പറ്റുമെന്നൊക്കെയാണ് പറഞ്ഞത്. ഇതൊരു GU വാഗണാണ് മെഴ്സഡീസിൻ്റെ കേസ്. ഇത് അവർക്ക് അമേരിക്കക്കാർ കൊടുത്തതാണെന്നാണ് പറയുന്നത്. എന്തായാലും ഫുള്ള് ബോംബിട്ട് നശിപ്പിച്ചേക്കാം ഗൈസ്. നമുക്ക് ഫുള്ള് നശിപ്പിക്കാം ഗൈസ്. നമ്മളങ്ങനെ ഫുള്ള് നശിപ്പിച്ചുകൊണ്ടിരിക്കുവാണ് ഗൈസ്. നമ്മൾ നേരെ ഫുള്ളൊക്കെ നശിപ്പിക്കുവാണ് ഗൈസ്. ഇവിടെയൊക്കെ ബോംബിടാം ഗൈസ്. നല്ലോണം തിക്ക് ചെയ്ത് ബോംബിട്ടാൽ നല്ല വൃത്തിക്ക് പൊട്ട് കൊടുത്തോളൂ ഗൈസ്. എന്തായാലും തിക്ക് ചെയ്ത് തന്നെ ബോംബ് നമുക്ക് ഇട്ടേക്കാം. നമ്മൾ നല്ല വൃത്തിക്ക് തിക്ക് ചെയ്ത് തന്നെ ബോംബൊക്കെ ഇടുന്നുണ്ട് ഗൈസ്. എന്തായാലും നമ്മൾ നല്ലോണം തിക്കി ഇടുന്നുണ്ട് ബോംബൊക്കെ ഗൈസ്. ഇനി നമുക്ക് മിഷൻ കണ്ടെടുത്ത് പൊട്ടിക്കാൻ ചെറപറ ഗൈസ്. അങ്ങനെ നമ്മൾ ചെറപറ പൊട്ടിച്ചിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ആ വണ്ടി ഫുള്ള് തകർന്ന് ഗൈസ്. ഇനി നമുക്ക് ഈ വണ്ടി അങ്ങ് ദൂരേക്ക് തെറപ്പിക്കാം ഗൈസ്. അതിന് വേണ്ടി മിസൈൽ എടുത്തേക്കാം ഗൈസ്. അല്ലെങ്കിൽ മോദിജി വല്ലതും അറിഞ്ഞാൽ നമ്മുടെ തമിഴ്നാട് തന്നെ ബോംബിട്ട് നശിപ്പിക്കുന്നതാണ് ഗൈസ്. എന്തായാലും ഇതെല്ലാം നേരെ വിട്ടേക്കാം ഗൈസ്. അങ്ങനെ നമ്മളെല്ലാം വിടുകയാണ്, അങ്ങ് പറത്തി വിടുകയാണ് ഗൈസ്. എന്തായാലും നേരെ നമ്മൾ ഇതൊക്കെ പറത്തി വിടുവാണ് ഗൈസ്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഗൈസ്, ഇത് യാഥാർത്ഥികമായിട്ട് ഒരു ബന്ധവും ഇല്ല ഗൈസ്. ജീവിച്ചവരും മരിച്ചവരുമായിട്ടൊരു ബന്ധവുമില്ല ഗൈസ്. ഞാൻ ചുമ്മാ ഒരു തമാശയ്ക്ക് അങ്ങനെ പറഞ്ഞതാണ് ഗൈസ്. ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഇത് യാഥാർത്ഥികമായിട്ട് കാണല്, വെറും ഒരു കഥയായിട്ടേ കാണാൻ പാടുള്ളൂ. കാർട്ടൂണൊക്കെ ഇല്ലേ, അതേപോലെ കണ്ടാൽ മതി. വെറുതെ കേസിനും വഴക്കിനും ഒന്നും പോകാൻ എനിക്ക് വയ്യ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേസ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. റോക്ക് ടു 2K ആണ്. ബൈ.